ഹായ് ഓൾ, ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്യാവശ്യം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. വലിയ രീതിയിൽ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും ചെറിയ ഒരു രീതിയിൽ ചെറുമാതിരി രീതിയിലെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് നല്ലത് തന്നെയാണ്. ഉദാഹരണത്തിന് നിങ്ങൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോയി ഒരു 5 മിനിറ്റിന്റെ ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്ത്, ഓക്കെ, നിങ്ങൾ ഡയറക്റ്റ് അത് മൊത്തത്തിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾ പിന്നെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇട്ട് കഴിഞ്ഞാൽ അത് പരമ ബോറാണ്. കാരണം വെച്ചാൽ ഈ 5 മിനിറ്റിൽ വേണ്ടാത്ത നിങ്ങൾക്കും വേണ്ടാത്ത പല കാര്യങ്ങളും ആ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ എന്താ, നമ്മളത് കട്ട് ചെയ്ത് നമ്മൾക്കത് വേണ്ടുന്ന ഭാഗം മാത്രം അതിൽ ഉൾപ്പെടുത്തി വേണ്ടാത്ത ഭാഗം മൊത്തം കട്ട് ചെയ്ത് അതിനെ വേണ്ടുന്ന രീതിയിൽ നമുക്ക് എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും അതിന് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതല്ലാതെ നിങ്ങൾ ഷൂട്ട് ചെയ്ത ഭാഗം ഡയറക്റ്റ് ഒരു 5 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ അതിലിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഗ്രോത്തും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളത് കട്ട് ചെയ്ത് അതിനെ നല്ല രീതിയിൽ പിന്നെ ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിലുള്ള പിന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് മാറ്റുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് VN ആപ്ലിക്കേഷൻ. നിലവിൽ അത് ഫ്രീ ആണ്, ആരും ക്യാഷ് കൊടുത്തിട്ട് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൂടാതെ അതിൽ ഒരു ലോഗോ ഇല്ല. ആ ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലോഗോ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടില്ല. മറ്റുള്ള ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവരുടെ ലോഗോ പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും. ഇതിൽ അങ്ങനൊന്നുമില്ല. കൂടാതെ നിങ്ങൾക്ക് 100 വീഡിയോ വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. 100 ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്, എല്ലാവരും കൂടുതലും മലയാളികളും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്കും അത് ഉപയോഗിക്കാം. അത് നമ്മൾ നിലവിൽ നിങ്ങൾ ഇതുവരെ ആരും അത് ഫോണിൽ അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ VN നമ്മൾ അടിച്ചു കൊടുക്കുക. VN സെലക്ട് ചെയ്യുക. VN സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും VN ആപ്ലിക്കേഷൻ. ഇതാണ് ഞാനിപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അവിടെ ഓപ്പൺ അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുന്നത്. ഓപ്പണിൽ ക്ലിക്ക് ആക്കുക. ഓപ്പണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അതായത് ന്യൂ പ്രൊജക്റ്റ്. നിങ്ങൾ അഥവാ മുമ്പ് പിന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എല്ലാത്തിനും അലോ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. അത് നിങ്ങൾ മുൻകൂട്ടി അത് അലോ ചെയ്ത് കൊടുക്കണം. കൊടുത്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ആക്കുക. ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ആക്കുമ്പോൾ നമ്മളോട് ചോദിക്കും വീഡിയോ ബേസ്ഡ്. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എഡിറ്റിംഗ് ആണെങ്കിൽ അവിടെ റൈറ്റ് സൈഡിൽ ടിക്കറ്റ് കൊടുക്കുക. ഇനി മ്യൂസിക് മാത്രമുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ താഴെ ഉള്ളതിൽ നമുക്ക് ടിക്കറ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സേവ് അടിക്കുക. സേവ് അടിച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. നമ്മൾ ഈ ഓൾ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൽ വീഡിയോ ഫോട്ടോ എല്ലാം ഉൾപ്പെടുന്നതായിരിക്കും. നമുക്ക് വീഡിയോ മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഗാലറിയിൽ വീഡിയോയിൽ ക്ലിക്ക് ആക്കുക. വീഡിയോയിൽ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ വീഡിയോ മാത്രം നമ്മുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടുന്നൊരു വീഡിയോ, ഞാൻ ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെയുള്ള നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ തുടക്കത്തിൽ ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ താഴെ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ടൂള് കാണാൻ സാധിക്കും. അതായത് കത്രികയുടെ പിന്നെ ചിഹ്നത്തിൽ നമുക്ക് അവിടെ സ്പ്ലിറ്റ് ടൂള് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു കഷ്ണമായി. നമുക്കിത് ഈ ഒരു കഷ്ണം വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലേറ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ആ കട്ടാക്കിയ ഭാഗം നമുക്ക് വീണ്ടും തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ മുകൾ ഭാഗത്ത് ഈ ഒരു ടൂളിൽ റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു വീഡിയോ കൂടി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വീഡിയോ മുന്നിൽ വരുന്നതായിരിക്കും, മറ്റേ വീഡിയോ ബാക്കിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മളുടെ ഈ വീഡിയോന്റെ അകത്ത് തന്നെ വേറൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വീഡിയോയുടെ അകത്ത് തന്നെ നമുക്ക് വേറൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ഇതിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള ഈ ഒരു ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ പിന്നെ വീഡിയോസ് ഈ ഭാഗത്ത് നമ്മൾ ടിക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിന്റെ അകത്ത് എന്തെങ്കിലും ഫോട്ടോ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള ഫോട്ടോയിൽ നമ്മൾ ക്ലിക്ക് ആക്കുക. ക്ലിക്ക് ആക്കിയിട്ട് ഏത് ഫോട്ടോ ആണ് വേണ്ടത് ആ ഫോട്ടോ നമ്മൾ
സെലക്ട് ചെയ്താൽ അതായത് ഈ ഒരു ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ അവിടെ വരുന്നതായിരിക്കും. നമ്മളിവിടെ എവിടെയാണ് വെക്കേണ്ടത് അവിടെ വെച്ച് കൊടുക്കുക. ഇതിന് ചെറുതാക്കുക, വലുതാക്കണമെങ്കിൽ ഈ കോർണറിൽ പിടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് ഇവിടുന്ന് എവിടം വരെ വേണമെന്നില്ല അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നീട്ടാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത് ഡിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകൾ ഭാഗത്ത് ഇവിടെ ഡിലേറ്റിന്റെ ഓപ്ഷൻ ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ഈ കുറച്ച് പിന്നെ മോഡലിംഗ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോക്കകത്ത് ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ നമുക്ക് പലതരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൂളാണ്. അതായത് പല ലെവലായിരിക്കും അത് വരുന്നത്. അപ്പൊ എനിക്ക് ഈ ഒരു ലെവലിൽ വരണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് മ്യൂസിക്കിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മ്യൂസിക് അവിടെ മ്യൂട്ട് ആവുന്നതായിരിക്കും. ഇതിന് മ്യൂസിക് ഒന്നും ഉണ്ടാവില്ല, കണ്ടാ. ഇനി അത് നമുക്ക് അവിടെ മ്യൂസിക് മ്യൂട്ട് വേണ്ട, നമുക്ക് മ്യൂസിക് ഓൺ വേണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന്റെ സൗണ്ട് വരുന്നതായിരിക്കും, വീഡിയോയുടെ സൗണ്ട് വരുന്നതായിരിക്കും, കണ്ടാ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ മ്യൂസിക് വേണ്ട, നമുക്ക് വേറൊരു മ്യൂസിക് ഗാലറിയിൽ നിന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഈ ടൂളിൽ ഇവിടെ ക്ലിക്ക് ആക്കാം. ഇവിടെ ക്ലിക്ക് ആക്കിയിട്ട് ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിലെ മ്യൂസിക്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. ഗാലറിയിൽ പോയിട്ട് നമുക്ക് മെയിൻ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മെയിൻ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിലുള്ള മ്യൂസിക് ഒക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള റീൽസിൽ ഉപയോഗിക്കുന്ന സോങ്സ് എടുത്തിട്ട് ഇതിൽ ഇടരുത് കേട്ടോ. ഞാൻ ലോങ് വീഡിയോക്ക് വേണ്ടുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോയതിനു ശേഷം നമുക്ക് ഈ ലാസ്റ്റ് സൈഡിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാനോ കാര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതായത് ഈ ഭാഗത്ത് നമ്മൾ സിനിമ എൻഡിങ്ങിന് ശേഷം കാണാൻ സാധിക്കുമല്ലോ ഡയറക്ഷൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഭാഗത്ത് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ എല്ലാ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരുപാട് ടൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്യുക, ട്രിം ചെയ്യുക, അതുപോലെ തന്നെ എഫക്ട്സ്, സ്പ്ലിറ്റ്, ഡിലേറ്റ്, സ്പീഡ്, വോളിയം, ഫേഡ്, ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് ഓരോ ടൂളും നോക്കിയിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതിന് മണിക്കൂറുകളോളം ഇരുന്നാലായിരിക്കും ഇതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒക്കെ അറിയാൻ സാധിക്കുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള റൈറ്റ് സൈഡിലുള്ള ഈ ആരോ മാർക്ക് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഓൾറെഡി 720 പിക്സൽ 30 FPS എന്നുള്ള ഈ പിക്സലായിരിക്കും നിലവിൽ കാണുന്നത്. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഓഡിയോ ഓൺലി ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ മാത്രം വരുന്നതായിരിക്കും. ഇനി രണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ഓഫിൽ തന്നെ ഇരിക്കട്ടെ. നമ്മളുടെ ടോട്ടൽ വീഡിയോയുടെ MB ആണ് ഇവിടെ കാണിക്കുന്നത്, 25.15 MB ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കിവിടെ എക്സ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് നേരെ അത് മൊത്തത്തിൽ പിന്നെ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗാലറിയിൽ അത് അപ്ലോഡായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നിലവിൽ അത് അവിടെ സേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ VN ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. സിമ്പിളാണ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് അറിയാത്തവർക്ക് ആദ്യമൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ കുറച്ച് നമ്മൾ എക്സ്പീരിയൻസ് ആകുന്നതിനനുസരിച്ചിട്ട് നമുക്കത് ശരിയായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.